والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العظيم. പ്രിയ സഹോദരി സഹോദരന്മാർ, ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധമാണ്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് 3 സ്വഭാവത്തിൽ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ഖറാബത്തുൻ നസബ്, ബ്ലഡ് റിലേഷൻ എന്ന് പറയും. മാതാപിതാക്കൾ, മാതാപിതാക്കളുടെ മക്കൾ, മാതാപിതാക്കളുടെ മാതാപിതാക്കൾ, നമ്മൾ സാധാരണയായി പറയുന്ന രക്തബന്ധുക്കൾ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ആ ബന്ധം ഖറാബത്തുൻ നസബ്. രണ്ടാമത്തെ ബന്ധം എന്ന് പറയുന്നത് ഖറാബത്തുൽ മുസാഹറ, വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധം. മൂന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് ഖറാബത്തുൽ റിളാഅ, മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധം. ഈ 3ഉം ഒരേ അളവിലും ഒരേ നിലവാരത്തിലുമുള്ള ബന്ധമാണ്. രക്തബന്ധത്തിലൂടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഖറാബത്തുൽ മുസാഹറ എന്ന് പറയുന്ന വൈവാഹിക ദാമ്പത്യ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന സുറൂറും ഫാത്തിമയും അവർ യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരുടെയും ബന്ധമല്ല, മറിച്ച് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ സുറൂറിന് പുതിയ ഒരു ഉപ്പയും ഉമ്മയുമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അവർക്കും പുതിയ ഉപ്പയും ഉമ്മയുമാണ് ഉണ്ടാകുന്നത്. ഫാത്തിമയും സുറൂറും തമ്മിലുള്ള വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു ജീവിതത്തിന്റെ ബന്ധമല്ല, മറിച്ച് ആ 2 കുടുംബക്കാരും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഇങ്ങനെ വൈവാഹിക ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധമെന്തോ അതേ അളവിലും അതേ രൂപത്തിലും അതേ നിലവാരത്തിലുമുള്ള ബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ദൃഷ്ടാന്തമായി കൊണ്ടാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ചേരുന്നതിനു വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണതുളകളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിറച്ചു തന്നു എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ്. ഈ ആയത്തിന്റെ തൊട്ടു മുന്നേയുള്ള ആയത്തും തൊട്ടു ശേഷമുള്ള ആയത്തുകളും പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്.
നിങ്ങൾക്കിടയിലുള്ള ഭാഷാ വൈവിധ്യവും നിങ്ങൾക്കിടയിലുള്ള വർണ്ണ വൈവിധ്യവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, നിങ്ങൾക്ക് രാത്രി വിശ്രമിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനമാക്കി തന്നു എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വന്നഹാരി വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ആഹരിക്കുവാനുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടി പുറപ്പെടുവാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നു എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, പ്രതീക്ഷയും ഭയവും നൽകിക്കൊണ്ട് മിന്നൽ പിണരുകളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ തഖൂമസ് സമാഉ വൽ അർദ്, ഈ ആകാശഭൂമികൾ ഇങ്ങനെ നിലനിൽക്കുന്നത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ ഒരുപാട് പ്രാപഞ്ചിക സംവിധാനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നതിന്റെ ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യ ബന്ധത്തെ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ ഈ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രാപഞ്ചിക ഘടന നിലനിൽക്കുവാൻ അതെത്രമാത്രം അനിവാര്യമാണോ അത്രയും അനിവാര്യമാണ് ദാമ്പത്യ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന ഷാഫി സാഹിബിന്റെ മകൾ ഫാത്തിമയോടും ഷാക്കിർ സാഹിബിന്റെ മകൻ സുറൂറിനോടും സൂചിപ്പിക്കുവാനുള്ളത്, അതോടൊപ്പം അവരുടെ വിവാഹ കർമ്മത്തിൽ സാക്ഷികളാകുവാൻ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് സൂചിപ്പിക്കുവാനുള്ളത്, കുടുംബജീവിതം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് സ്വർഗത്തിലൂടെ അവസാനം ആത്യന്തികമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന മഹാപ്രയാണത്തിന്റെ പേരാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഹവ്വ റളിയല്ലാഹു അൻഹയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലാണ് പാർപ്പിച്ചത് എന്ന് നമുക്കറിയാം. വഇദ് ഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും തന്റെ ഇണയെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ സ്വർഗ്ഗത്തിലാണ് നിങ്ങൾ പാർക്കേണ്ടത്. അതിനുശേഷം ആ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ഈ ഭൂമിയിലും ഒരു സ്വർഗം തീർക്കുവാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ 3 ടൂളുകൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലെ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വർഗീയവൽക്കരിക്കുവാൻ സാധിക്കുക എന്ന് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് 3 ടൂളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 3 ടൂളുകളും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് സ്വർഗീയവൽക്കരിക്കുവാൻ സാധിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് സക്കീനത്തിന്റെ ടൂളാണ്. നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ശാന്തി ഉണ്ടാകണം. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ശാന്തിയുടെ ആലയമാകണം. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അവകാശബോധത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇണയിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, മകൻ എന്ന നിലയിൽ എന്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, മക്കൾ എന്ന നിലയിൽ ഈ മക്കളിൽ നിന്ന് തന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇങ്ങനെ അവകാശ ബോധത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അവകാശ ബോധത്തെക്കാൾ ഉപരിയായി കൊണ്ട് തനിക്ക് നിർവഹിക്കുവാനുള്ള ധാർമ്മികതയെ സംബന്ധിച്ചുകൊണ്ട് തനിക്ക് നിർവഹിക്കുവാനുള്ള ചുമതലാബോധത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എന്റെ ഇണയെ സംബന്ധിച്ചിടത്തോളം എന്നിൽ നിന്ന് എന്റെ ഇണക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്റെ ഇണയോട് നിർവഹിക്കുവാനുള്ള ചുമതലകൾ എന്തൊക്കെയാണ്, എന്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭർത്താവിന് ലഭിക്കേണ്ട എന്നിൽ നിന്ന് ലഭിക്കേണ്ട ചുമതലകൾ, ഞാൻ അവരോട് ചെയ്യേണ്ട ചുമതലകൾ എന്തൊക്കെയാണ്, എന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോട് ഞാൻ നിർവഹിക്കേണ്ട ചുമതലകൾ എന്തൊക്കെയാണ്, മക്കളെ സംബന്ധിച്ചിടത്തോളം എന്റെ മക്കളോട് ഞാൻ നിർവഹിക്കേണ്ട ചുമതലകൾ എന്തൊക്കെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ അവകാശ ബോധത്തിൽ ഉപരിയായിക്കൊണ്ട് ഈ ഒരു ചുമതലാ ബോധം നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ സാധിച്ചാൽ
തീർച്ചയായും അവിടെ ശാന്തി ഉണ്ടാകും, സക്കീനത്ത് ഉണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് മവദ്ദത്തിന്റെ ടൂളാണ്. പലപ്പോഴും നമ്മൾ പ്രണയത്തെ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കാറുള്ളത് മുഹബ്ബത്ത് എന്ന പദമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ മുഹബ്ബത്ത് എന്ന പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, എന്നാൽ മറിച്ച് മവദ്ദത്ത് എന്ന് പറയുന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള തന്റെ ഇണയോടുള്ള ആ പ്രണയം എന്ന് പറയുന്നത് അത് തന്റെ സ്വഭാവത്തിലൂടെ, തന്റെ പ്രകൃതത്തിലൂടെ, തന്റെ സംസാരത്തിലൂടെ, തന്റെ ഇടപഴക്കങ്ങളിലൂടെ അതിനെ പ്രകടിപ്പിക്കുവാൻ സാധിക്കേണ്ട ഒരു പ്രണയാത്രമായിട്ടുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ താൻ കുടിച്ച ആ വെള്ളത്തിന്റെ തോൽപാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണയായ ആയിഷ റളിയല്ലാഹു അൻഹ ചുണ്ടു കുടിച്ച അതേ സ്ഥലത്ത് തന്നെ ചുണ്ടു വെച്ചുകൊണ്ട് തന്റെ ഇണയായ ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള പ്രണയത്തെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സൂചിപ്പിക്കുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ, ഇടപഴക്കങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ ഈ ഒരു പ്രണയത്തെ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് റഹ്മത്തിൻ്റെതായിട്ടുള്ള ടൂളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഇന്നനി അനല്ലാഹ് വഅന റഹ്മാൻ ഖലഖതു റഹീം വശഖഖതു ഇസ്മൻ മിൻ ഇസ്മി. ഒരു ഖുദ്സിയായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് അല്ലാഹ്, വഅന റഹ്മാൻ, ഞാനാണ് കാരുണ്യവാൻ, ഖലഖതു റഹീം, ഈ കുടുംബ ബന്ധത്തെ ഉണ്ടാക്കിയത് ഞാനാണ്, വശഖഖതു ഇസ്മൻ മിൻ ഇസ്മി, എന്നിട്ട് എന്റെ പേരിൽ നിന്ന് ഈ കുടുംബത്തിന് ഞാൻ റഹീം എന്ന് പറയുന്ന പേരിട്ട് കൊടുത്തു. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് കാരുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരുണ്യത്തിന്റെ അടിയൊഴുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രണയാത്രമായ ഈ യൗവന കാലഘട്ടത്തിന് ശേഷം തീർച്ചയായും ഈ സുറൂറിനെ സംബന്ധിച്ചിടത്തോളം, ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ഇണതുണകളെയും സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്ക് വരാനിരിക്കുന്നത് വാർദ്ധക്യത്തിന്റെയും രോഗത്തിന്റെയും കാലമാണ്. ആ സന്ദർഭത്തിൽ ഈ ജീവിതത്തെ മധുരമാക്കണമെന്നുണ്ട് എങ്കിൽ റഹ്മത്തിൻ്റെതായ, കാരുണ്യത്തിൻ്റെതായ ഒരു അടിയൊഴുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. കാരുണ്യത്തിന്റെ ചിറകുകൾ പിരിച്ചുകൊണ്ട് തന്റെ ഇണയെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ 3 ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം മൂല്യവൽക്കരിക്കുവാൻ സാധിച്ചാൽ, ഇസ്ലാമികവൽക്കരിക്കുവാൻ സാധിച്ചാൽ, പിന്നീട് നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടത് ആത്യന്തികമായ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള പെർമിഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു അലൈഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. മാതാപിതാക്കളും അതുപോലെ തന്നെ ഇണതുണകളും അവരിലുണ്ടാകുന്ന മക്കളും അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ആ ഒരു കുടുംബ ജീവിതത്തെ, ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കുടുംബത്തെ സ്വീകരിക്കുവാൻ വേണ്ടി സ്വർഗത്തിന്റെ 7 വാതായനങ്ങളിലും വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ഈ 7 വാതായനങ്ങളിലും എല്ലാ മാലാഖമാർ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കും. സലാമുൻ അലൈക്കും ബിമാ സബർതും. ഇങ്ങനെ സ്വർഗത്തിലേക്ക് കുടുംബസമേതം മാതാപിതാക്കളും മക്കളും ഇണതുണകളുമായി കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ആ കുടുംബാംഗങ്ങൾ, ആ സെലിബ്രിറ്റികളോട് സലാം പറയുവാൻ വേണ്ടി മാലാഖമാർ അവിടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മൂല്യവൽക്കരിക്കുവാൻ, ഐഹിക കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ മൂല്യവൽക്കരണം സംഭവിക്കുവാൻ, അതങ്ങനെ ആധ്യാത്മികമായ സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന സുറൂരിനും ഫാത്തിമക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
Bismillahirrahmanirrahim. Zawwajtuka wa ankahtuka wa ahlaltu laka ibnati Fatima Shafi bi mahri wa qadruhu 24 graman min huliyyi dhahabin wa raditu biha. Bismillahirrahmanirrahim. قبلت منك نكاحها وتزويجها وتحليلها ورضيت بها. 24 ഗ്രാം സ്വർണം മഹറായി നിശ്ചയിച്ചുകൊണ്ട് എൻ്റെ മകൾ ഫാത്തിമ ഷാഫിയെ ഞാൻ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ പേരിൽ നിക്കാഹ് ചെയ്ത് ഇണയാക്കി തൃപ്തിപ്പെട്ടു തന്നിരുന്നു. താങ്കൾ താങ്കളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ച് തൃപ്തിപ്പെട്ടിരുന്നു. സല്ലല്ലാഹു അലൈഹി സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ബിഖൈർ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ബിഖൈർ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ബിഖൈർ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഒരു മിനിറ്റ്. ഇച്ചിരി ബാക്കിലേക്ക് ഒരു മിനിറ്റ്. ഇച്ചിരി ബാക്കിലേക്ക്. Assalamualaikum. I would like to humbly invite all of you to join us for the dinner. My name is Jayman, Sharon University, conducting this celebration with smiles and those for your blessings and for your presence at the dining table with your honor and blessing. Thank you.
എല്ലാവരും ഭക്ഷണം ഇവിടെ റെഡിയുണ്ട്. എല്ലാവരും കഴിച്ചിട്ടേ പോകാം. അവസാനിപ്പിക്കാൻ Moment.